2029 വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ അതിനു മുൻപേ കോൺഗ്രസ് ഉൾപ്പെടെ UDF-ൽ അതിന്റെ ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ പദവികളിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തത്തിൽ കോൺഗ്രസ് മാതൃക പിന്തുടരുകയാണ് മുസ്ലിം ലീഗും. വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമായാൽ 2031 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ 1/3 വനിതകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുമ്പോൾ 46 മണ്ഡലങ്ങളിലേക്കാകും ഇവിടെ മുന്നണികൾക്ക് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടി വരിക. അത്തരം സാഹചര്യത്തിൽ കരുത്തുറ്റ പെൺശബ്ദങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പ്രധാനമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അത് മാത്രമല്ല പുരോഗമനത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്ന ഉദ്ദേശമാണ് UDF-നൊപ്പം ലീഗിലും ലക്ഷ്യം വയ്ക്കുന്നത്. 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമായ ശേഷം ആദ്യമായാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് നിർത്തുന്നത്. അഡ്വക്കേറ്റ് നൂർബീന റഷീദ് അന്ന് കോഴിക്കോട് സൗത്ത് നിന്നും ജനവിധി തേടി. 40,098 വോട്ടുകൾ നേടിയ നൂർബീന പക്ഷേ അന്ന് LDF ഘടകകക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലുമായി പരാജയപ്പെട്ടിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. കന്നി അംഗത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിലും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ നിന്നും മുസ്ലിം ലീഗ് പിന്നോട്ടു പോയില്ല എന്ന് മാത്രമല്ല, ഇത്തവണ 2 പെൺപുലികളെ കളത്തിലിറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് കഴിഞ്ഞാൽ UDF മുന്നണിയിലെ അടുത്ത ശക്തി കേന്ദ്രമായ മുസ്ലിം ലീഗ് 30ഓളം സീറ്റുകളിൽ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതിൽ മിക്ക സീറ്റുകളും വിജയസാധ്യത കൽപ്പിക്കുന്നവ ആണ് താനും. കോഴിക്കോട് സൗത്ത്, അഴീക്കോട് എന്നീ മണ്ഡലങ്ങളിലാണ് വനിതാ സ്ഥാനാർത്ഥികളെ ലീഗ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് സൗത്ത് നജ്മ തബ്ഷീറയും അഴീക്കോട് മണ്ഡലത്തിൽ ഫാത്തിമ തഖ്ലിയയും. ഇവർ ഇരുവരും മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗ് നേതാക്കളാണ്. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ നിന്ന് അഡ്വക്കേറ്റ് നൂർബീന റഷീദ് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ കാര്യങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ നജ്മ തബ്ഷീറയ്ക്ക് സാധിക്കുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള നജ്മ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു അഭിഭാഷകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ് നജ്മ തബ്ഷീറ. 2024 ആ പദവിയിലെത്തുമ്പോൾ അത്തരമൊരു കമ്മിറ്റിയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ അംഗമായി മാറുകയായിരുന്നു അവർ. 2013 മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനിലെ ആക്ടിവിസത്തിലൂടെയാണ് നജ്മ തബ്ഷീറ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2018 ഹരിതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 സെപ്റ്റംബറിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചപ്പോഴാണ് അവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളിലൂടെ പൊതുശ്രദ്ധ നേടിയ സ്ത്രീ ശബ്ദമാണ് നജ്മ തബ്ഷീറ. അവരുടെ കാഴ്ചപ്പാടുകളിലും സംസാരത്തിൽ നിന്നുമൊക്കെ കൃത്യമായ ആശയങ്ങൾ പിന്തുടരുന്ന, കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള, അച്ചടക്കമുള്ള ഒരു പൊതുപ്രവർത്തകയെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അഴീക്കോട് ജനവിധി തേടാനൊരുങ്ങുന്ന അഡ്വക്കേറ്റ് ഫാത്തിമ തഖ്ലിയയിലേക്ക് വന്നാൽ, പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു പെൺപുലിയാണവർ. വ്യക്തതയോടെ കാര്യങ്ങളെ ആരോടും ധൈര്യത്തോടെ പറയാനുള്ള അവരുടെ രാഷ്ട്രീയ ബോധമാണ് അതിന് കാരണം. നിലവിൽ അവർ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ്. MSF ഹരിത ഗേൾസ് വിങ്ങിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലിംഗനീതി കമ്മിറ്റിയിലെ മുൻ അംഗമായ ഫാത്തിമ തഖ്ലിയ വിദ്യാഭ്യാസത്തിലെ ലിംഗനീതിയും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 2017 ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതാ നേതാവ് എന്ന അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയ ആൾ കൂടിയാണ് ഫാത്തിമ തഖ്ലിയ. അഭിഭാഷകയായ അവർ നിയമ രാഷ്ട്രീയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കളത്തിലിറക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ള പെൺസ്വരങ്ങളെ കൊണ്ടുവരിക എന്നത് ലീഗ് നടത്തുന്ന ഒരു മുന്നേറ്റമായിട്ടാണ് കാണേണ്ടത്. യുവതയെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ തന്നെയുള്ള വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ച് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി UDF-ന്റെ സാമാജിക ശക്തി അടിവരയിട്ട് ഉറപ്പിക്കുക. 2026 കേരള നിയമസഭ UDF-ന്റെ ഭൂരിപക്ഷം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൽ ഇത്തരം കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുമെന്നത് സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും നടപ്പിലാകും എന്ന UDF-ന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പുരോഗമന മാറ്റത്തിന്റെ സാക്ഷ്യങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.